പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം. ഇന്ന് ഞങ്ങളോട് ഓണം കൂടാൻ ഒരു സ്പെഷ്യൽ അതിഥി വന്നിട്ടുണ്ട്. റാണി എന്നാണ് പേര്. പുള്ളിക്കാരി ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. ഞങ്ങൾ പരിചയപ്പെടുന്നത് കന്യാകുമാരി വെച്ചാണ്. പൂർണിമ പൂജ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് റാണിയായിട്ട് പരിചയപ്പെടുന്നത്. റാണി ട്രിവാൻഡ്രത്ത് കാരി തന്നെയാണ്. നാറൂരിൽ കല്യാണം കഴിഞ്ഞ് പോയതാണ്. റാണിയുടെ വിശേഷങ്ങളായിരുന്നു ഒന്ന് പറയാമോ? പറയാലോ. വളരെ ചെറുപ്പത്തിൽ നാറൂരിലേക്ക് പോയതാണ് കല്യാണം കഴിഞ്ഞ്. അപ്പോൾ 10-16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഇത് ആദ്യത്തെ ഓണം, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി. വിശേഷങ്ങളൊക്കെ പറയാം, ഒരുപാടുണ്ട് പറയാനായിട്ട്. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ യാത്ര ചെയ്തു ഒറ്റയ്ക്ക്. അതാണ് എന്നെ കുറച്ച് ഫേമസ് ആക്കിയത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും തിരിച്ച് കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെയും ഒറ്റയ്ക്ക് കാർ ഓടിച്ച് പോയിട്ട് തിരിച്ച് ഒറ്റയ്ക്ക് ഓടിച്ച് വന്നു. ഡ്രൈവിങ്ങിൽ അത്ര ഒരു ഇൻട്രസ്റ്റ് യാത്രയൊക്കെ നല്ലതായിരുന്നു. ഭയങ്കര നല്ലതായിരുന്നു. നല്ല ഭയങ്കര ഞാൻ ഹാപ്പിയാണ്. കാരണം സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷെ എത്രയും സ്കില്ലായിട്ട് ഓടിക്കണം, എല്ലാ വീണും ഓടിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതിനെ പോയതാണ്. പിന്നെ ബാക്കിയുള്ള വിശേഷം ചെറുപ്പത്തിൽ ഇവിടെ ജനിച്ചത് തമിഴ്നാട്ടിലാണ്. ജനിച്ചത് തമിഴ്നാട്ടിൽ ഒരു 3-4 വയസ്സായപ്പം അമ്മയുടെ വീട്ടിലോട്ട് ആങ്ങളമാരുടെ അടുത്തോട്ട് കൊണ്ടുവന്നു. അവിടെയാണ് പിന്നെ വളർന്നതൊക്കെ. അതൊക്കെ വലിയ ഒരു സംഭവമാണ് എന്റെ വളർത്തുന്നത്. പറയാം. റാണി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോകാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? എന്തായിരുന്നു മനസ്സിൽ? അത് സാഹചര്യമല്ല, അതെൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയാം. കാരണം ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിലും കാറ് എനിക്ക് ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഓടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പം പോകണം എന്ന് തോന്നിയപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഡ്രൈവിംഗ് സ്കൂളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കൊക്കെ ഞാൻ നോക്കിയത് എത്രയോ ശതമാനം പുരുഷന്മാരെക്കാളും പെൺകുട്ടികൾ ഭയങ്കര ഭയമാണ്. അപ്പം ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ആ ഡ്രൈവിംഗ് സ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേച്ചി കാശ്മീർ വരെ ഒറ്റയ്ക്ക് പോയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഓടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകും. പിന്നെ എനിക്കും ട്രാവൽ ചെയ്യുമ്പോൾ, ഇഷ്ടംപോലെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ എക്സ്പീരിയൻസ് നമുക്ക് നല്ല ഒരു പ്രയോജനമായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് മറ്റുള്ള പെൺകുട്ടികളെ പേടി മാറണം, ആ ഭയമില്ല. മൊത്തത്തിൽ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ പുരുഷന്മാരെക്കാളും സ്ത്രീകൾ വളരെ ബാക്കിലാണെന്ന വിചാരം എല്ലാവർക്കും ഉണ്ട്. ഞാൻ അനുഭവത്തിൽ പറയണം. വണ്ടി എടുത്തുകൊണ്ട് വന്ന് പെണ്ണുങ്ങൾ എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു സംസാര രീതിയിൽ തന്നെ ഒരു സംസ്കാരമില്ലാത്ത സംസാരമാണ് സ്ത്രീകൾ വണ്ടി ഓടിക്കുമ്പോൾ. ഇപ്പം ഞാൻ ഈ ട്രിവാൻഡ്രത്ത് ഇന്നലെ ചേച്ചിയെ കാണാൻ വന്നപ്പോൾ ഈ അനുഭവം എനിക്കുണ്ടായത്. കാരണം നമ്മുടെ അവിടെ ആ ടോൾ ഗേറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു റോഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എല്ലാ വണ്ടിയും വരുമ്പോഴാണ് ആ സിഗ്നൽ കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഞാൻ സെൻറ്ററിൽ വരവും സിഗ്നൽ ഓഫായി. അവിടുന്ന് 2 വീലറൊക്കെ വരാൻ തുടങ്ങി. അതിൽ ഒരു 2 വീലർ ചെറുതായിട്ട് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലൊന്ന് തട്ടി, അവിടെ കാറിൽ തട്ടി നിൽക്കുകയായിരുന്നു. അതിൻ്റെ ആ പയ്യനൊന്നും പറഞ്ഞില്ല. പക്ഷെ ബാക്കിൽ നിന്ന് വന്ന ഒരാൾ അത്രയ്ക്ക് അങ്ങ് ചീത്ത വിളിച്ചു. അപ്പം അവരുടെയൊക്കെ മനസ്സിൽ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഒരു വണ്ടിയിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അവിടെ നിൽക്കുമ്പം തെറ്റ് ആരുടെ ഭാഗത്താണ്, അല്ല എന്തുകൊണ്ടാണ്, അങ്ങനെയൊന്നും ആലോചിക്കില്ല. ഓടിക്കുന്നത് സ്ത്രീയാണോ അവർക്ക് അറിഞ്ഞുകൂടാ, അവർ തെറ്റ് ചെയ്യും എന്നുള്ള ആ മനോഭാവം മാറ്റാൻ വേണ്ടിയാണ് എനിക്ക് തോന്നി. നമ്മൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ
ഓടിച്ച് പോയതും ഞാൻ തന്നെ, തിരിച്ചു വന്നത് ഞാനാണ്. എന്നിട്ട് ഒരു ചെറിയ പ്രശ്നം പോലും എവിടെയും സംഭവിച്ചില്ല. അത്രയ്ക്കും നമ്മളെ കൊണ്ട് പറ്റും, സ്ത്രീകളെ കൊണ്ട് വണ്ടി ഓടിക്കാൻ അത്രയ്ക്കും എന്താ അലർട്ടായിട്ട് അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി ഓടിക്കാൻ പറ്റും. ഞാൻ ഇത്ര വർഷ അനുഭവത്തിൽ എനിക്ക് ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി